ഫസ്ഖിന് ഒരുപാട് ഷെർത്തുണ്ട്. ഫസ്ഖിന് ഭർത്താവിന്റെ ചെലവ് കിട്ടുന്നില്ലെങ്കിൽ തന്നെ ഫസ്ഖ് ചെയ്യണമെങ്കിൽ ഒരു ഖാളിന്റെ അടുക്കൽ അത് സ്ഥിരപ്പെടണം. ഖാളി ഇല്ലെങ്കിൽ ആ ബാബിൽ വിവരമുള്ളത് ഇരിക്കുന്ന ഒരാളെ തെഹക്കീമാക്കണം. അതൊന്നുമില്ല. പിന്നെ പെണ്ണ് നക്ക് മാപ്പിള വേണ്ടാന്ന് ചൊന്നൊരാള് ഫസ്ഖ് എന്നാ ഫസ്ഖാക്കിയാണ് ചൊന്നാളോട് ആയിത്ത് ഫസ്ഖ് അങ്ങനൊന്നും ഫസ്ഖാവല. ഫസ്ഖിന് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മസല ശ്രദ്ധിക്കണം, അതിൻ്റെ പുറമെ കോടതി നിയമവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫസ്ഖ് ചെയ്താൽ ഈ കെട്ടിയവനിക്ക് എന്താക്കാം? പെണ്ണിന്റെ മേലെ കേസ് കൊടുക്കാൻ അധികാരമുണ്ട്. പെണ്ണിന്റെ മേലെ മാത്രമല്ല, ഫസ്ഖിനെ ആരൊക്കെ പ്രോത്സാഹിപ്പിച്ച അവരൊക്കെ, പെണ്ണും പെണ്ണിന്റെ വാപ്പയും ഉമ്മയും പെണ്ണിന് നേതൃത്വം നൽകിയിരിക്കുന്ന ആളാര്, കാളിയോ മൊയിലാറോ ആര്, അവരുടെ മേലെ കേസ് കൊടുക്കാം. കേസ് കൊടുത്താൽ കോടതിന്റെ വിധി പെണ്ണിന്റെ ഭാഗത്തേക്കായിരിക്കും. ഫസ്ഖ് ശരിയല്ല എന്ന് വിധിക്കും. വിധിയുടെ ഇവരെ ഷെറായിന്റെ നിയമത്തെ എന്താക്കും? അതിനെ തള്ളിക്കളയൂ. അതുകൊണ്ട് ആ കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു വക്കീലുമായി ബന്ധപ്പെട്ട് ആ മനുഷ്യന് നോട്ടീസ് അയച്ച് അവന്റെ മറുപടി എന്ത് വരുന്നു, ആ മറുപടിക്ക് എന്താണ് മറുപടി കൊടുക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. മറുപടി വന്നില്ലെങ്കിൽ എന്ത്? എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു പത്രപരസ്യം നടത്തല്, പേപ്പറിൽ കൊടുക്കല്. എന്തിന്? നാളെ ഇവൻ കേസ് കൊടുത്താൽ ഇതാ പറയാ, ഞങ്ങള് ഇതാ എല്ലാവരും വായിക്കുന്ന കുറെ പ്രചാരമുള്ള ഈ പേപ്പറിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് അവൻ വന്നിട്ട് സ്വീകരിച്ചിട്ടില്ല, അതുകൊണ്ട് ഫസ്ഖ് ചെയ്ത് എന്ന് പറയാൻ വേണ്ടി. ഈയിടെ എന്നോട് ഒരാൾ പറഞ്ഞു, പിന്നെ ഞങ്ങൾ പെണ്ണിനെ ഫസ്ഖാക്കിയിട്ട് പേപ്പറിൽ കൊടുത്ത്, ഫസ്ഖാക്കിയിട്ട് ആക്കിയിരുന്ന് പേപ്പറിൽ കൊടുത്ത്, ഇപ്പം എന്താ വേണ്ട? ഇപ്പം പുതിയാപ്പിള്ളി ജമാഅത്തിനെ അറിയിക്കണമെന്ന് പ്രശ്നം. ഇത്രയേ ഉള്ളൂ. നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തത്. എന്താ? അവന് നല്ല വഴിയുണ്ടാക്കി. പേപ്പറിൽ വന്നല്ലോ ഫസ്ഖീദിന്, ഈ പേപ്പറും കൊണ്ടുപോയിട്ട് നിങ്ങളെ വില കേസ് കൊടുക്കാം. പേപ്പർ കൊടുക്കി. എന്തിന് പേപ്പറിൽ കൊടുക്കുന്നത്? ശറൈന്റെ നിയമോ അല്ലേ എന്ന് അറിയണ്ടേ? ഇതിനു വേണ്ടി ശ്രമിക്കുന്ന കുറെ ആളുകളുമുണ്ട്. അവര് ഭയങ്കര നിർബന്ധിക്കും. വന്നിട്ട് പെണ്ണിന്റെ രക്ഷിതാക്കളെക്കാൾ കൂടുതൽ ആരെങ്കിലും ഒരാൾ അതിന്റെ കൂട്ടത്തിലുണ്ടാവും. ഒരു മൊയിലാരെ പോലത്തെ ഒരാളുണ്ടാവും. ഒന്നാക്കി കൊടുത്തറീന്ന് ഒരു പാപ്പ. ഇപ്പാ പാപ്പാന്ന് മനസ്സിലായത് അന്നാ മംഗലം കഴിക്കുന്ന സമയത്ത് മനസ്സിലാക്കണ്ടേ? ഫസ്ഖ് ശരിയാവണമെങ്കിൽ ഒരുപാട് നിയമം. ഫസ്ഖിന് വ്യക്തമായ കാരണമില്ലാതെ ഫസ്ഖ്